Hello, welcome back to part 2 of Israel-Palestine conflict explanation. Part 1 കണ്ടിട്ടില്ലാത്തൊരു അത് കണ്ടു നോക്കൂ കേട്ടോ. പാർട്ട് 1 നമ്മൾ കൺക്ലൂഡ് ചെയ്തത് അറബ്സ് പാലസ്തീനിൽ വന്ന് സെറ്റിൽ ആവുന്നതിനെ കുറിച്ചാണ്. അത് കഴിഞ്ഞിട്ട് ഉള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കാണാം. അറബ്സ് പാലസ്തീനിൽ വന്ന് അവരുടെ നമ്പേഴ്സ് കൂടി വന്ന സമയത്ത് തന്നെ ഈ പാലസ്തീൻ ഏരിയയിൽ നിന്ന് പല നാടുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യപ്പെട്ട ജ്യൂസ് അവിടെയൊക്കെ ഫ്ലറിഷ് ചെയ്യാൻ തുടങ്ങി, എസ്പെഷ്യലി ഇൻ യൂറോപ്പ് ആൻഡ് അമേരിക്ക. അപ്പോൾ അവർ മെയിനായിട്ട് ചൂസ് ചെയ്ത ഓക്യുപ്പേഷൻ ബാങ്കിങ് ആൻഡ് ട്രേഡിംഗ് ആയിരുന്നു. അവരതിൽ നന്നായി എക്സൽ ചെയ്തു, ഫൈനാൻഷ്യലി ഒക്കെ വെൽ ഓഫ് ആയി. അവർ കുറച്ച് പേരൊക്കെ പാലസ്തീനിൽ ലാൻഡ് ഓൺ ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പം മിഡ് 19th സെഞ്ച്വറി ആയപ്പോഴത്തേക്കും ജ്യൂസിന് തിരിച്ച് അവരുടെ ഹോം ലാൻഡിലേക്ക് വരാനുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന് 2 റീസൺസ് ആണുള്ളത്. ഒന്ന്, അത് അവരുടെ പ്രോമിസ് ലാൻഡാണ്. കാനാൻ എന്ന് പറഞ്ഞാൽ വാഗ്ദത്ത ഭൂമിയാണ്. സോ ദേ ഷുഡ് കം ദെയർ അക്കോർഡിംഗ് ടു ദെയർ സ്ക്രിപ്ചേഴ്സ്. രണ്ടാമത്തത്, അവരെന്തൊക്കെ എക്സൽ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാലും യൂറോപ്പിൽ അവർക്ക് ഒത്തിരി ഡിസ്ക്രിമിനേഷനൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവർക്കെതിരെ ഒത്തിരി വയലൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സോ ദേ വാണ്ടഡ് ടു കം ബാക്ക് ടു ദെയർ ഹോം ലാൻഡ് ആൻഡ് ലിവ് പീസ്ഫുള്ളി. അങ്ങനെയുള്ള ഐഡിയോളജി ഒക്കെ കൂടെ ഉരുത്തിരിഞ്ഞിട്ടാണ് സിയോണിസം എന്ന ഒരു സംഭവം വരുന്നത്. ജ്യൂസിന് സ്വന്തമായിട്ടൊരു നേഷൻ. ഇറ്റ് ഈസ് ലൈക്ക് എ മെർജിങ് ഓഫ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബ്രിട്ടൻ വേൾഡ് വാർ 1 വേണ്ടിയിട്ട് ജ്യൂസിൻ്റെ ഹെൽപ്പ് ചോദിക്കുന്നത്. അപ്പം മില്യൺസ് ഓഫ് ജ്യൂസ് സോൾജേഴ്സായിട്ട് ബ്രിട്ടൻ്റെ കൂടെ കൂടുകയാണ് ജർമ്മനിക്കെതിരെ. അതിന് കാരണം ബ്രിട്ടൻ ഒരു പ്രോമിസ് നൽകുന്നുണ്ട് ജ്യൂസിന്. ദാറ്റ് ഈസ് ദ ബാൽഫോർ ഡിക്ലറേഷൻ. ജ്യൂസിന് സ്വന്തമായിട്ടൊരു നേഷൻ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് പാലസ്തീൻ ഏരിയയിൽ കൊടുക്കും. ദ ബ്രിട്ടൻ ജ്യൂസിന് നൽകുന്ന വാഗ്ദാനം ആൻഡ് ബിലീവിങ് ദാറ്റ് ജ്യൂസ് ആർ വിത്ത് ബ്രിട്ടൻ ആൻഡ് ദേ ഡിഫീറ്റ്സ് ജർമ്മനി ആസ് വി ഓൾ നോ. അപ്പോൾ ജർമൻസിന് പൊതുവേ കണ്ടുകൂട ജ്യൂസിനെ ആഫ്റ്റർ ദിസ് വേൾഡ് വാർ 1 അവർക്ക് വളരെയധികം ദേഷ്യമാണ്. ഓക്കെ, സോ വേൾഡ് വാർ 1 കഴിഞ്ഞു. അപ്പം ഓട്ടോമാൻ എംപയർ എന്ന് പറഞ്ഞൊരു വാസ്റ്റ് ഏരിയയിലാണ് ഇപ്പം പാലസ്തീൻ ഉള്ളത്. അപ്പം ഓട്ടോമാൻ എംപയർ ജർമ്മനിയുടെ പക്ഷത്തായിരുന്നു. യുദ്ധം തോറ്റതോടുകൂടി ഈ ഓട്ടോമാൻ എംപയറിൻ്റെ കൺട്രോള് ബ്രിട്ടന് കിട്ടുകയാണ്. സോ ഓട്ടോമാൻ എംപയർ ഒത്തിരി വലുതായതുകൊണ്ട് ഒരു ഭാഗം ബ്രിട്ടനും ഒരു ഭാഗം ഫ്രാൻസും കോളനിയാക്കാണ്. സോ ആ ബ്രിട്ടീഷ് 1917 ഓട്ടോമാൻ എംപയറിൻ്റെ കൺട്രോൾ ഏറ്റെടുക്കുന്നത്. ബ്രിട്ടൻ ഇസ് ലീസ് ബോതേർഡ് അബൌട്ട് ദ ഇൻഡിജിനസ് പീപ്പിൾ ഇൻ ദെയർ കോളനി. അതുകൊണ്ട് തന്നെ അവരുടെ റൂളിൽ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ ഒത്തിരി വലഞ്ഞു. 1920 to 40 ഇടയിൽ ഒത്തിരി ജ്യൂസ് തിരിച്ച് പാലസ്തീനിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഒന്നാമത്തെ കാര്യം, ഈ നാസീസ്, ഈ ജർമ്മനിക്ക് ജ്യൂസിനോടുള്ള ദേഷ്യം ഇരട്ടിയായി ആഫ്റ്റർ ദ വേൾഡ് വാർ. ആ വേൾഡ് വാർ 2 സമയത്ത് ഈ നാസീസ് അവരെ മാസീവ് സ്ലോട്ടറിങ് നടത്താൻ തുടങ്ങി. ഹോളോകോസ്റ്റ് എന്നാണ് അതിന് പറയുക. നാസീസിൻ്റെ ഹോളോകോസ്റ്റും വേൾഡ് വാർ 2 ഒക്കെ നമ്പർ ഓഫ് ജ്യൂസ് കമ്മിങ് ബാക്ക് ടു പാലസ്തീൻ ഒത്തിരി കൂട്ടി. അങ്ങനെ പാലസ്തീനിൽ പോപ്പുലേഷൻ കൂടാൻ തുടങ്ങി. അറബ്സും ജ്യൂസും തമ്മിലുള്ള ഫ്രിക്ഷനും കൂടാൻ തുടങ്ങി. ബ്രിട്ടീഷ് റൂളിംഗ് ക്ലാസ് ഉണ്ട്, ജ്യൂസ് ഉണ്ട്, അറബ്സ് ഉണ്ട്. അപ്പോൾ ഇവർ 3 പേരും തമ്മിൽ എപ്പോഴും വയലൻസ് ആയപ്പം 1947 UN ഒരു പാർട്ടീഷൻ പ്ലാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പാർട്ടീഷൻ പ്ലാനിൽ ഇതാണ് പറയുന്നത്: പാലസ്തീനെ 2 സ്റ്റേറ്റ് ആക്കാം. ഒരു ഭാഗം അറബിനും ഒരെണ്ണം ജൂയിഷ് സ്റ്റേറ്റും ആക്കാം. ജെറുസലേം 2 കൂട്ടർക്കും സീക്രട്ട് ആയതുകൊണ്ട് അതിനൊരു ഇൻ്റർനാഷണൽ റൂളിങ്ങും കൊടുക്കാമെന്ന്. 55% ഓഫ് ലാൻഡും ജൂയിഷ് സ്റ്റേറ്റിന് കൊടുത്തുകൊണ്ട് ജൂയിഷ് ലീഡേഴ്സൊക്കെ ഹാപ്പി ആയിട്ട് ഇത് ആക്സെപ്റ്റ് ചെയ്തു. പക്ഷെ അറബ് ലീഡേഴ്സ് ഇത് റെഫ്യൂസ് ചെയ്യുക ചെയ്തത്. ഈ പ്ലാൻ ആക്സെപ്റ്റ് ചെയ്തില്ല. പിന്നെയും ഈ വയലൻസ് കൂടി വന്നു. അങ്ങനെ 1948 ബ്രിട്ടൻ വിത്ഡ്രോ ചെയ്യുകയാണ് ഈ ഓട്ടോമാൻ എംപയറിൻ്റെ കൺട്രോളിൽ നിന്ന്. അങ്ങനെ 1948 മെയ് 14 സ്റ്റേറ്റ് ഓഫ് ഇസ്രായേൽ ഫോം ചെയ്യുന്നത്. അതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ ഇസ്രായേലിന് യുദ്ധത്തിന് ഇറങ്ങേണ്ടി വന്നു. നെയ്ബറിങ് 5 അറബ് കൺട്രീസുമായിട്ടുള്ള യുദ്ധം 1949 ഇസ്രായേൽ വിൻ ചെയ്തു. അവരുടെ കുറേ ടെറിട്ടറീസും പിടിച്ചെടുത്തു. വാർ അവസാനിക്കുമ്പം 700,000 പാലസ്തീനിയൻസ് അവിടെ നിന്ന് ഫ്ലീ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അതിനെ അൽ നഖ്ബ അല്ലെങ്കിൽ ദ കറ്റാസ്ട്രോഫി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. പ്രോപ്പറായിട്ടുള്ളൊരു പീസ് ട്രീറ്റി ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ആഫ്റ്റർ 1949 ഓൾസോ കുറേ പ്രശ്നങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് വന്നു. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് 1967 6 Day War.
ജൂൺ 5 തൊട്ട് ജൂൺ 10 വരെ ഉണ്ടായിരുന്ന വാർ വാസ് ബിറ്റ്വീൻ ഇസ്രായേൽ ആൻഡ് എ ഗ്രൂപ്പ് ഓഫ് ഈജിപ്ത്, ജോർദാൻ ആൻഡ് സിറിയ. ഇസ്രായേൽ ഓവർവെൽമിംഗ്ലി അങ്ങ് വിന്നായി. അതോടുകൂടി ഈജിപ്തിൻ്റെയും സിറിയയുടെയും ജോർദാൻ്റെയും ഒക്കെ കുറേ ടെറിട്ടറീസ് ഇസ്രായേൽ എടുത്തു പറയേണ്ടത് ജെറുസലേം കംപ്ലീറ്റ്ലി ഇസ്രായേലിൻ്റെ കയ്യിലായി. ജോർദാൻ്റെ വെസ്റ്റ് ബാങ്ക്, ഈജിപ്തിൻ്റെ ഭാഗമായിരുന്ന ഗാസ, സിറിയയുടെ ഭാഗമായിരുന്ന ഗോലാൻ ഹൈറ്റ്സ്, പിന്നെ ഈജിപ്ഷ്യൻ സീനായ് പെനിൻസുല. 6 Day വാർ കഴിഞ്ഞപ്പോൾ 300,000 പാലസ്തീനിയൻസിനായിരുന്നു ഈ പ്ലേസിൽ നിന്ന് റീലൊക്കേറ്റ് ചെയ്യേണ്ട വന്നത്. 6 years ലേറ്ററാണ് ഒക്ടോബർ വാർ നടക്കുന്നത്. ഇതിനെ യോം കിപ്പൂർ വാർ എന്നും പറയും. യോം കിപ്പൂർ എന്ന് പറഞ്ഞാൽ ജ്യൂസ് വളരെ സീക്രട്ട് ആയിട്ട് കരുതുന്ന ഒരു ദിവസമാണ്. അവർ 25 hours ഫാസ്റ്റ് ചെയ്ത് പ്രെയറിന് വേണ്ടിയിട്ട് ഒഴിച്ചു വെച്ചിട്ടുള്ളൊരു ദിവസമാണ്. അന്നത്തെ ദിവസം ഈജിപ്തും സിറിയയും കൂടെ 2 സൈഡിൽ നിന്നാണ് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുന്നത്. കാരണം അവരുടെ കുറേ ടെറിട്ടറീസ് ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടല്ലോ, അപ്പോൾ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്. ഈ യുദ്ധത്തിൽ നമുക്ക് ഈജിപ്തോ സിറിയയോ അല്ലെങ്കിൽ ഇസ്രായേലോ ഒരു വാലിഡായിട്ട് വളരെ വ്യത്യാസത്തിലൊരു വിൻ കിട്ടി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഈജിപ്ത് പറയുന്നത് അവരാണ് ഈ വാർ വിൻ ചെയ്തതെന്നാണ്. കാരണം ഈ വാർ കാരണം ഇവർ തമ്മിലൊരു പീസ് നെഗോസിയേഷനൊക്കെ ഉണ്ടായി. അതുവഴി അവരുടെ പോയ ടെറിട്ടറീസ്, അതായത് ഇസ്രായേലിൻ്റെ കൺട്രോളായ ടെറിട്ടറീസ് അവർക്ക് തിരിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈജിപ്തും ഇസ്രായേലും കൂടെ ഒരു പീസ് ട്രീറ്റി സൈൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ദ ക്യാമ്പ് ഡേവിഡ് അക്കോർഡ്. ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് സൈൻ ചെയ്യുന്നത് വഴി 30 years ഓഫ് കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ഈജിപ്ത് ആൻഡ് ഇസ്രായേൽ ഇസ് കമ്മിങ് ടു ആൻ എൻഡ്. ഇസ്രായേലും പാലസ്തീനുമായിട്ടുള്ള പ്രശ്നം ഇനിയും അവസാനിച്ചിട്ടില്ല. പാലസ്തീനിയൻ പീപ്പിളിന് ഒരു ഇൻഡിപെൻഡൻ്റ് ആയ ഗവേണിംഗ് സിസ്റ്റത്തിനെ കുറിച്ചോ ഒന്നും ഒരു ക്ലാരിറ്റി വന്നിട്ടില്ലായിരുന്നു. ഇൻ 1987 hundreds of thousands of Palestinians from West Bank and Gaza ഇസ്രായേലി ഗവൺമെൻറ്റിന് എതിരെ വലിയൊരു പ്രക്ഷോഭം സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പേരാണ് ഫസ്റ്റ് ഇൻറ്റിഫഡ. ഫസ്റ്റ് ഇൻറ്റിഫഡ ഒന്ന് രമ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് പാലസ്തീനും ഇസ്രായേലും കൂടെ ഒരു പീസ് ട്രീറ്റിയിൽ സൈൻ ചെയ്യുന്നത്. അതിൻ്റെ പേരാണ് ഫസ്റ്റ് ഓസ്ലോ അക്കോർഡ്. ഇത് 1993 പാലസ്തീൻ്റെയും ഇസ്രായേലിൻ്റെയും തലവന്മാരാണ് സൈൻ ചെയ്യുന്നത്. അതിൽ പറയുന്നത് ഇൻ 5 years നമുക്ക് പീസ് അച്ചീവ് ചെയ്യണം എന്നാണ്. 1995 ഓസ്ലോ അക്കോർഡ് 2 വരുന്നുണ്ട്. അത് ഈ അക്കോർഡ് 1ൻ്റെ കുറച്ചുകൂടെ ഒരു ഇലാബറേറ്റഡ് വേർഷനാണ്. അതായത് വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലിൻ്റെ കൺട്രോള് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും അങ്ങനെ ഫ്രൂട്ട്ഫുൾ ആവുന്നില്ല. അതിനുശേഷമാണ് ഹമാസ് പോലെയുള്ള ഓർഗനൈസേഷനൊക്കെ എമേർജ് ചെയ്ത് വരുന്നത്. ആ കഥയൊക്കെ ഇനി അടുത്ത എപ്പിസോഡിലാവാം. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ എ കമൻറ്റ്. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു സൂൺ.